വിശ്വാസമാണ് നമ്മുടെ ബേസ്, നമ്മുടെ അടിസ്ഥാനം. എല്ലാ കൃപാദാനങ്ങളും ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. ഹീലിംഗ് മിനിസ്ട്രി ആണെങ്കിലും പ്രൊഫറ്റിക് ആണെങ്കിലും എല്ലാം, എവ്രിതിങ്. കാരണം നമ്മുടെ ദൈവം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാണ്. വിത്തൗട്ട് ഫെയ്ത്ത് വി കാൻ ഡു നത്തിങ് ഇൻ ദ കിങ്ഡം ഓഫ് ദ ലോർഡ്. ദൈവരാജ്യത്തിൽ വിശ്വാസം കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ അഭിഷിക്തൻ ഇവാഞ്ചലിസ്റ്റ് റെയ്നാർഡ് ബോങ്കെ പറയുന്നത്, ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് എന്തും മേടിക്കാൻ കഴിയും, പക്ഷെ അതിനൊരു കറൻസി വേണം. ആ കറൻസിയുടെ പേര് ഫെയ്ത്ത് എന്നാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് എന്ത് കാര്യങ്ങളും പർച്ചേസ് ചെയ്യണമെങ്കിൽ റുപ്പീസ് വേണം. അമേരിക്കയിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഡോളർ വേണം, $US വേണം. ഇതുപോലെ കിങ്ഡം ഓഫ് ഗാഡിൽ, ദൈവരാജ്യത്തിൽ നിന്ന് നമുക്കെന്ത് സ്വീകരിക്കണമെങ്കിലും നമ്മൾ ശരിക്കും പേ ചെയ്യേണ്ടത്, നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ അടയ്ക്കേണ്ടത്, നമുക്കുണ്ടാകേണ്ടത് ഫെയ്ത്താണ്, വിശ്വാസമാണ്. ഈ ആദ്യം ദൈവം നമ്മിൽ പകർന്നതും ഇത് തന്നെയാണ്. ശരിക്കും നമ്മൾ പോലും അറിയാതെ ഈ ഒരു ഗിഫ്റ്റ് നമ്മളിൽ എല്ലാവരിലും ഓപ്പറേറ്റഡ് ആയിട്ടുണ്ട്, വിശ്വാസം എന്ന ഗിഫ്റ്റ്. കാരണം ഒരു ബേസിക് ഫെയ്ത്ത് ഇല്ലാതെ, അത് നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടാതെ ഒരിക്കലും ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ നമുക്ക് കഴിയത്തില്ല. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. അപ്പോൾ അവനിൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ്. ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ തൊട്ടപ്പോൾ നമ്മളിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അളവിലെങ്കിലും ഒരു ബേസ് ലെവലിലെങ്കിലും ഫെയ്ത്ത് ഓപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും കർത്താവിനെ സ്വീകരിക്കുവാനോ വിശ്വാസ ജീവിതത്തിലേക്ക് നമുക്ക് ചുവട് വയ്ക്കുവാൻ കഴിയത്തില്ല. കാരണം റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 10:9 പറയുന്നുണ്ട്, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ ആ വിശ്വസിക്കാൻ കഴിയുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മിൽ ആ വിശ്വാസത്തിൻ്റെ കൃപ ഇട്ടതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ആ സ്പിരിച്വൽ ഗിഫ്റ്റ് നമ്മളിൽ ബിഗിനിങ് ടൈം മുതലേ ഓപ്പറേറ്റഡ് ആയി തുടങ്ങി. അപ്പോൾ എന്നാൽ അതിന് ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്, ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. ഫെയ്ത്ത് ഈസ് എ നേച്ചർ ഓഫ് ഗാഡ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാം? അവൻ ആരെന്ന് അവന് തന്നെ അറിയാം. ഞാനാകുന്നവൻ ഞാനാകുന്നു, അല്ലേ? ദൈവം എന്ന് പറയുമ്പോൾ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ. വെളിച്ചം ഉണ്ടാകട്ടെ ദൈവം പറയുന്നു, ദൈവത്തിനറിയാം വെളിച്ചം ഉണ്ടാകുമെന്ന്. മനസ്സിലാവുന്നോ? അതുണ്ടാകട്ടെ എന്ന് ദൈവം പറയുമ്പോൾ ദൈവത്തിനറിയാം അത് സംഭവിക്കുമെന്ന്. അവൻ ആരെന്ന് അവന് തന്നെ അറിയാം. അത് തന്നെ ഒരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലാവുന്നു? അപ്പം ദൈവം ഒരിക്കലും ഒന്നും സംശയിക്കുന്നവനോ സംശയിപ്പിക്കുന്നവനോ അല്ല. സംശയത്തിന്റെ സോഴ്സ് ദൈവം അല്ല. ദൈവം വിശ്വാസത്തിന്റെ സോഴ്സാണ്, വിശ്വാസത്തിന്റെ നായകനാണ്. വിശ്വാസത്തിന്റെ നായകനും അത് പൂർത്തീകരണത്തിൽ എത്തിക്കുന്നവനുമാണ്. ലൂക്കോസ് സുവിശേഷം 8:52 വായിക്കുന്നതായ സമയത്ത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്, എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുമ്പോൾ കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആ മകളെ സംബന്ധിച്ച് അവൾ അവസാനിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ യേശു കർത്താവ് അതല്ല വിശ്വസിച്ചത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവൻ ആരെന്ന് അവന് തന്നെ അറിയാമായിരുന്നു. ആ ഒരു ബോധ്യം, അതിൻ്റെ ഒരു കോൺഫിഡൻസ്. ഇത് ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മളിൽ അതുണ്ടാകണം. ആ നേച്ചർ നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്നുള്ള ആ ബോധ്യം, നമ്മുടെ അകത്ത് വന്നവൻ ആരാന്നുള്ള ബോധ്യം, ആ വിശ്വാസം നമ്മുടെ അകത്ത് വർദ്ധിക്കണം. ഈ ബില്ലി ഗ്രഹാം തൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങളൊരു കസേരയിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ആ കസേര ഒടിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ആരെങ്കിലും ഏതെങ്കിലും കല്യാണത്തിനോ ചർച്ചിലോ എവിടെയെങ്കിലും വന്ന് കസേരയിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും ചിന്തിക്കുമോ, ഞാനിപ്പോൾ അങ്ങോട്ട് ഇരിക്കും, ഈ കസേര ഇപ്പോൾ രണ്ടായിട്ട് ഒടിഞ്ഞ് തറയിൽ പോവും എന്ന് ചിന്തിക്കുന്നോ? ആരെങ്കിലും ആ കസേര എടുത്ത് പൊക്കി അതിൻ്റെ കാലൊക്കെ എടുത്ത് നോക്കി ആട്ടി നോക്കിയിട്ടാണോ ഇരിക്കുന്നത്? ഒരിക്കലും ഇല്ല. അപ്പം നോർമലായിട്ട് വന്ന കസേരയിലങ്ങ് ഇരിക്കുവാണ് ഒരു കസേര കിട്ടുമ്പോൾ. അപ്പം ബില്ലി ഗ്രഹാം പറയുന്നത് ഇങ്ങനെയാണ്, അത് ഒടിയോ ഒടിയത്തില്ലയോ എന്ന് നിങ്ങൾ ചിന്തിച്ചില്ല, നിങ്ങൾക്കതിലൊരു സംശയവും ഉണ്ടായില്ല. ആ കസേരയിലുള്ള
ആ കസേരയിൽ അർപ്പിച്ച വിശ്വാസമെങ്കിലും ദൈവത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു അത്ഭുതമായനേന്ന്. വാവ്. മനസ്സിലാകുന്നുണ്ടോ? സത്യം. കാരണം നമ്മൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല, സംശയിക്കുന്നതേയില്ല. ഇല്ല. അപ്പം ദൈവത്തെ വിശ്വസിക്കേണ്ടത് അങ്ങനെയാണ്. നമ്മുടെ പീറ്റർ വെള്ളത്തിന്റെ മീതെ നടന്ന എന്ന് പറഞ്ഞ പോലെ. അതെ, കാലെടുത്ത് വെള്ളത്തിന്റെ മേളിൽ വെച്ച് നടന്നു. മുങ്ങോ മുങ്ങത്തില്ലയോ എന്നൊന്നും അവൻ ചിന്തിച്ചില്ല. പക്ഷെ അവനത് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ മുങ്ങി. കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി പത്രോസ് വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ച് നടക്കുമ്പോൾ കൃത്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായി ദൈവപുത്രനായ ക്രിസ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വെള്ളത്തിൽ ചുവട് വെച്ച് നടന്നത് പത്രോസാണ്. അതെ. പക്ഷെ ഞാനിപ്പം വള്ളത്തിലല്ല വെള്ളത്തിലാണെന്ന് എപ്പോൾ ചിന്തിച്ചോ, അതെ, കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിൻ്റെ മുഖത്തുനിന്ന് അവൻ കണ്ണുകളെ പിൻവലിച്ച് തന്നിലേക്കും തൻ്റെ അവസ്ഥയിലേക്കും നോക്കിയോ, അപ്പോൾ അവൻ താഴോട്ട് പോകാൻ തുടങ്ങി. വിശ്വാസം എന്ന് പറയുന്നത് കാഴ്ചയാലുള്ള ഒന്നല്ല. അല്ല. പത്രോസ് വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ കർത്താവ് കൈ കൊടുത്ത് അവനെ പൊക്കിയെടുത്തിട്ട് ഇവരോടെല്ലാം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ പറഞ്ഞേ? അല്പവിശ്വാസി, നീ മുങ്ങിയതിൻ്റെ കാരണം റീസൺ അതാണ്. ഫെയ്ത്ത് ഇല്ല, വിശ്വാസം നഷ്ടപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസമുള്ളവൻ ഏത് തിരയുടെ മുകളിലൂടെ നടക്കാൻ പറ്റും. വിശ്വാസമുള്ളവൻ ഏത് പ്രതികൂലത്തെയും അതിജീവിക്കാൻ കഴിയും. വിശ്വാസത്തോടെ ഈ മലയോട് ചാടി കടലിലേക്ക് പോകാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കും. മർക്കോസിന്റെ സുവിശേഷത്തിലെ യേശു കർത്താവ് പറയുന്ന വിശ്വാസത്തോടെ ഈ മലയോട് ചാടി നിങ്ങൾ കടലിലേക്ക് പോകാ എന്ന് പറഞ്ഞാൽ 11-ാം അധ്യായത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ കാണുന്ന എന്തോ പാറയോ പർവ്വതമോ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളെ കൽപ്പിച്ച് എല്ലാത്തിനെയും ഓടിച്ചു വിടുക എന്നുള്ളതല്ല. വാസ്തവമായും കർത്താവ് ഇവിടെ പറഞ്ഞത് ഈ മൗണ്ടൻസിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിങ്ങനെ നേരെ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വലിയ പർവ്വതം നിൽപ്പുണ്ടെങ്കിൽ ശരിക്കും അത് നമ്മുടെ ആ ലോങ് വിഷൻ അവിടെ കൊണ്ടങ്ങ് ബ്രേക്ക് ആവും. ആ മൗണ്ടൻ്റെ അപ്പുറത്ത് വേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകളെ പരിമിതപ്പെടുത്തുക, നമ്മുടെ വിഷനെ ബ്ലോക്ക് ചെയ്യുക. കർത്താവ് അതാ പറഞ്ഞ്, നിങ്ങളുടെ വിഷനെ ബ്ലോക്ക് ചെയ്യുന്ന, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ പരിമിതപ്പെടുത്തുന്ന, നിങ്ങളുടെ മുമ്പിൽ ആ ലിമിറ്റേഷനായിട്ട് നിൽക്കുന്ന മൗണ്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് അതൊരു തടയായിട്ട് നിൽക്കുന്ന പാറകളെ, നിങ്ങളുടെ വിഷനെ ബ്രേക്ക് ചെയ്യുന്നതിനെ, നിങ്ങളുടെ നന്മകളെ തടയുന്നതിനെ ആ പർവ്വതങ്ങളോട് വഴിമാറാൻ നിങ്ങൾ പറയണം. ദാറ്റ്സ് വെരി പവർഫുൾ. വഴിമാറാൻ നിങ്ങൾ പറയണം. അത് മാറണം എന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്താലാണ് അത് പറയേണ്ടത്. ബൈ ഫെയ്ത്തിലാണ് അത് ഡിക്ലെയർ ചെയ്യേണ്ടത്. മാറോ ഇല്ലയോ എന്ന് സംശയിക്കരുത്. സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. മനസ്സിലാവുന്നുണ്ടോ? ഡിക്ലെയർ ചെയ്യുകയാണ്. കാരണം സെരുബ്ബാബേലിനോട് ദൈവം ആലയം പണിയാൻ പറഞ്ഞ സമയത്ത്, ദൈവം ആലയം പണിയാൻ പറഞ്ഞ സ്ഥലത്ത് സെരുബ്ബാബേൽ എത്തുമ്പം സെരുബ്ബാബേൽ കാണുന്നത് പർവ്വതമാണ്. എന്നാൽ പിന്നെ ദൈവമേ വേറൊരു സ്ഥലം കാണിച്ചു തന്നിട്ട് ഇവിടെ ഈ കാര്യം നടക്കാൻ പോകുന്നില്ല എന്നല്ല സെരുബ്ബാബേൽ പറയുന്നത്. വേറൊരു സ്ഥലം ഫൈൻഡ് ചെയ്യുമല്ല, ബൈ ഫെയ്ത്തിൽ ആ വിഷയത്തെ ഡീൽ ചെയ്യുകയാണ്. ഏതൊരു കാര്യമാണെങ്കിലും ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഡീൽ ചെയ്യേണ്ടത്, അതിനെ നേരിടേണ്ടത് വിശ്വാസത്താലാണ്. അപ്പോസ്തലന്മാർ പറയുന്നു, കാഴ്ചയാലല്ല ഞങ്ങൾ നടക്കുന്നത്, വിശ്വാസത്താല. ഇപ്പം ഇസഹാക്ക് അബ്രഹാമിന്റെ കാലത്ത് മുമ്പുണ്ടായ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തുണ്ടായി എന്ന് ഉൽപ്പത്തി 26 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ ഇസഹാക്ക് ഒരു തീരുമാനം എടുക്കുകയാണ് ഈജിപ്തിലോട്ട് പോകാൻ, ഈജിപ്തിലെ രാജാവിനെ ആശ്രയിക്കാൻ. അപ്പോൾ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നീ ഒരിക്കലും ഗരാറിലേക്ക് പോകരുത്, മിസ്രൈമിലേക്ക് പോകരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് നീ പാർക്ക, നീ മിസ്രൈമിലേക്ക് പോകരുത്. നിന്റെ പിതാവായ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തത്, സത്യം ചെയ്തതിനെ ഞാൻ നിവർത്തിക്കും എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇസഹാക്കെ ക്ഷാമം കണ്ടോണ്ടോ, പ്രസന്റ് സിറ്റുവേഷൻ കണ്ടോണ്ടോ, ഈ സാഹചര്യം കണ്ടോണ്ടോ നീ ഒരിക്കലും ഒരു റോങ് ഡിസിഷൻ എടുക്കരുത്. ആവശ്യമില്ലാത്ത വഴിയിലൂടെ നീ സഞ്ചരിക്കരുത്. നീ വിശ്വസിക്കണം. നിന്റെ അപ്പനുണ്ടായിരുന്ന സാധനം നിനക്കും വേണം. നിന്റെ അപ്പനുണ്ടായിരുന്ന ആ ഗിഫ്റ്റ്, അബ്രഹാമിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്. അത് നിനക്കും വേണം. അപ്പോൾ അബ്രഹാമിന്റെ സന്തതികളായ നമ്മളും ആ ഗിഫ്റ്റിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. എല്ലാ കാര്യവും ജോയ് സാറേ, റെയ്നാർഡ് ബോങ്കെ പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് എന്ത് വാങ്ങണമെങ്കിലും അതിനുപയോഗിക്കുന്ന കറൻസിയാണ് ഫെയ്ത്ത്. ഫെയ്ത്ത് ഇല്ലാതെ ഒരു കാര്യവും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പലർക്കും ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഫെയ്ത്ത് ഉണ്ട്. ശരിക്കും ഇത് ദൈവം തന്നൊരു ഗിഫ്റ്റാണ്.
അങ്ങനെ ഒരു ഗിഫ്റ്റ് നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മാന്യ പ്രേക്ഷകരോട് പറയുന്നത്, കർത്താവേ, വിശ്വാസം എന്ന വരമെന്ന് ഞാൻ പറയത്തില്ല, ആ കൃപാദാനം, വിശ്വാസം എന്ന കൃപാദാനം നീ എൻ്റെ മേൽ പകരണം എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം.